ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി LDF-ൽ സീറ്റ് വിഭജനം പൂർത്തിയായി. CPIM 15 മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് മാത്രം. അധിക സീറ്റ് വേണമെന്ന ആവശ്യം പരിഗണിച്ചില്ല. സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് RJD ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ സ്ഥിതി തുടരണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അടുത്ത LDF യോഗത്തിന് മുൻപ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്ന് കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് യോഗത്തിൽ തീരുമാനമായത്? കൂടുതൽ വിവരങ്ങൾ. 2019 സീറ്റ് വിഭജനത്തിലെ രീതി തന്നെ ഇത്തവണയും നിലനിർത്തണമെന്ന നിലപാടാണ് LDF യോഗത്തിൽ CPIM നേതാക്കൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് CPM കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. CPIക്ക് മുൻതവണ പോലെ തന്നെ 4 സീറ്റ് നൽകും. മുന്നണിയിലേക്ക് പുതുതായി കടന്നു വന്ന കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം സീറ്റ് നൽകാനും ധാരണയായി. CPM മത്സരിച്ച് ഒരു സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുന്നു എന്നാണ് CPM നേതൃത്വം യോഗത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ രണ്ടാമതൊരു സീറ്റ് കൂടി കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടു. എന്നാൽ സീറ്റ് നൽകാൻ നിർവാഹമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. RJD നേതാവ് ഡോക്ടർ വർഗീസ് ജോർജും RJDക്കായി ഒരു സീറ്റ് ആവശ്യപ്പെട്ടു. 1952 മുതൽ കേരളത്തിൽ നിന്ന് സോഷ്യലിസ്റ്റുകൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന പാരമ്പര്യമുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചായിരുന്നു വർഗീസ് ജോർജ് ആവശ്യമുന്നയിച്ചത്. എന്നാൽ സീറ്റ് നൽകാൻ നിർവാഹമില്ല. കഴിഞ്ഞ തവണത്തെ രീതി അനുവർത്തിക്കുകയാണ് ഇത്തവണയും ചെയ്യുന്നത്. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. മറ്റ് കക്ഷികളൊന്നും സീറ്റ് ആവശ്യം ഉന്നയിച്ചില്ല.